ഹന്ന ദേവാലയത്തിൽ ചെന്നു, കുറെ നേരം കരഞ്ഞു, പ്രാർത്ഥിച്ചു, പിന്നെയും കരഞ്ഞു, പിന്നൊരു നേർച്ച നേർന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വർഷാന്തരയാഗത്തിന് വന്നതാണ്, പ്രാർത്ഥിച്ചതാണ്, കരഞ്ഞതാണ്, പക്ഷെ നേർച്ച നേർന്നില്ല. ഹന്നയുടെ പ്രതിയോഗി പെനിന്നയ്ക്ക് മാറ്റമൊന്നും വന്നില്ല. പക്ഷെ അവളുടെ പെരുമാറ്റം കാരണം, അനുഭവിച്ച ബുദ്ധിമുട്ട് കാരണം ഹന്നയ്ക്കൊരു മാറ്റം വന്നു. അതാണ് ഈ നേർച്ച നേർന്നത്. കർത്താവിന് മാറ്റം വന്നോ? കർത്താവിന് മാറ്റമില്ല നമുക്ക് തോന്നിയെന്നേ ഉള്ളൂ. കർത്താവാണല്ലോ ഇതിലേക്ക് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ കർത്താവ് മാറി. കർത്താവാണ് അവളുടെ ഗർഭം അടച്ചിരുന്നത്. ഇപ്പൊ തുറന്നു. കർത്താവ് പറയാണ്, ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ടാൽ, വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. അപ്പൊ ഈ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെനിന്നയിലൂടെയാണ് മുട്ടുന്നതേ ഉള്ളൂ. ഇപ്പൊ തുറന്നു, കർത്താവ് വന്നു. അപ്പോൾ പെനിന്നെ അല്ലായിരുന്നു പ്രോബ്ലം, ഹൃദയമായിരുന്നു പ്രശ്നം. നമുക്ക് മാറ്റം വന്നാൽ മതി. ഈ മുട്ടിക്കുന്നവരെയൊക്കെ കർത്താവ് അങ്ങ് ബ്ലോക്ക് ചെയ്തോളും. നമുക്കെന്ത് കിട്ടും? നമ്മുടെ എന്ത് വിഷയമാണ് നമ്മളെ ഭാരപ്പെടുത്തിയത് അത് മഹത്വത്തോടെ കിട്ടും. സ്നേഹത്തോടെ തരും. സ്നേഹിച്ച് നന്മ ചെയ്യും.